ഹലോ, അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അമ്മ രാവിലെ തന്നെ പോയി അച്ഛൻ്റെ കൂടെ പറമ്പിൽ പോയി കോവയ്ക്കയെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. കോവയ്ക്കയെല്ലാം വിളഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അമ്മ ഒരു കോവയ്ക്ക തോരൻ ഉണ്ടാക്കി കാണിക്കാമെന്ന് കരുതി രാവിലെ പോയി കോവയ്ക്കയെല്ലാം പറിച്ചു. നേരത്തെ അമ്മ കോവയ്ക്ക മെഴുക്കുവരട്ടി ഇട്ടായിരുന്നു. ആ വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? കണ്ടില്ലെങ്കിൽ എല്ലാവരും അമ്മയുടെ ചാനലിൽ കയറി കാണണേ. അമ്മയ്ക്കറിയാം തോരൻ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന്, എങ്കിലും അമ്മയൊന്ന് കാണിക്കുക. അച്ഛനാണ് കോവയ്ക്ക എല്ലാം പറിച്ചെടുത്തത്. എല്ലാവർക്കും ഇതുപോലൊക്കെ ഒരു ചെറിയ കൃഷിത്തോട്ടമൊക്കെ കാണുമായിരിക്കും അല്ലേ? അമ്മയ്ക്ക് ഒരുപാടൊന്നുമില്ല. കോവലും പയറും വെണ്ടയും ചീരയും ഒക്കെ ഉള്ളൂ. ഇങ്ങനൊരു കോവലൊക്കെ, ഒരു കോവൽ മതിയില്ലേ? ഇഷ്ടം പോലെ കോവയ്ക്ക കിട്ടും. കോവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ കൊച്ചുമക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ? അങ്ങനെ അമ്മ ഒരു പാത്രം നിറയെ കിട്ടി കോവയ്ക്ക. അത് നമുക്ക് എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് അമ്മ കോവയ്ക്ക എല്ലാം കഴുകിയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. നെടുകെ കീറിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. കോവയ്ക്ക നല്ലതാണ്, ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. നമ്മൾ നട്ട് വളർത്തിയതായതുകൊണ്ട് വിഷമൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് എല്ലാവരും കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിൽ ഇതുപോലൊക്കെ കോവലൊക്കെ നട്ട് വെക്കണം. അങ്ങനെ എല്ലാം അമ്മ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവോള അല്ലെങ്കിൽ ഉള്ളി അരിഞ്ഞ് ചേർക്കാം. പിന്നെ എരിവിനനുസൃതം പച്ചമുളക് എടുക്കുക, അതും ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കണം. അങ്ങനെ എല്ലാം അരിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. എരിവിനനുസരിച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പേ വെച്ച് എണ്ണ ചൂടായി വരുമ്പം കടുക് പൊട്ടിക്കുക. എന്നിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയും സവോളയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. കോവയ്ക്ക തോരൻ വെക്കാൻ എല്ലാവർക്കും അറിയാവുന്ന അമ്മയ്ക്കറിയാം, എങ്കിലും അമ്മ കാണിക്കുകയാണേ. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. തേങ്ങ പാകത്തിനെടുക്കുക. പിന്നെ ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഒതുക്കിയത് നമുക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കാം. ഇനിയും പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഇളക്കി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് പൊത്തി വെച്ചിട്ട് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ആവിയിൽ വേകാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനിയൊന്ന് അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. വേണ്ടി നമ്മുടെ കോവയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ആവിയിലിരിക്കുമ്പോഴേ പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല ഹെൽത്തിയാണ്. എല്ലാവരും ഇതുപോലെ കോവയ്ക്ക കിട്ടുമ്പം തോരൻ വെക്കണം. അതുപോലെ തന്നെ
അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.